എടി സുധേ, വനജേ, എന്താ പരിപാടി നീ? ഓ, ഞാൻ ചോറുണ്ടിട്ട് ഇപ്പൊ അങ്ങ് ഇരുന്നുള്ളടി. ആഹാ, അത് കൊള്ളാം. നീ ഇപ്പോഴാണോ ചോറുണ്ണണത്? മണി എത്രയായി നോക്ക്, 2:30 കഴിഞ്ഞു. എന്താ ഇത്ര വൈകിയേ? നീ പ്രഷറിന്റെ ഗുളിക കഴിക്കുന്നതല്ലേ? കറക്റ്റ് സമയത്ത് ഫുഡ് കഴിച്ച് ഗുളിക കഴിച്ചില്ലാന്നുണ്ടെ പ്രഷർ താന്നു പോവേ, പറഞ്ഞേക്കാം. ഓ, ഒന്നും പറയണ്ട എന്റെ വനജേ. ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ, എന്റെ മരുമോള്. അവളാണിപ്പൊ അടുക്കള ഭരണം മൊത്തം. ഉച്ചക്കത്തേന് രസവും ക്യാബേജ് തോരനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാ മതിയോ? പറഞ്ഞിട്ടെന്താ കാര്യം? വായി വെക്കാൻ കൊള്ളണ്ടേ? അയ്യോ, അതെന്ത് പറ്റി സുധേ? രസത്തിന് ഉപ്പുമില്ല, പുളിയില്ല. ചുമ്മാ കുറച്ച് കുരുമുളക് പൊടി അങ്ങ് കലക്കി വാട്ടവെള്ളം ഉണ്ടാക്കി വെച്ചേക്കുന്നു. അതേപോലെ തന്നെ ക്യാബേജ് വെന്തിട്ടില്ല വനജേ. ഇതും കൂട്ടി ഞാൻ എങ്ങനെ ചോറുണ്ണാനാ? ഇത്രോ നേരം ഞാനത് കഴിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാ ഗുളിക കഴിക്കണല്ലോ എന്ന് ആലോചിച്ചത്. അതുകൊണ്ട് അങ്ങ് കഴിച്ചതാ. ആ, അത് ശരി. നീ കഴിഞ്ഞ ആഴ്ച പഞ്ചുമോൾ ഉണ്ടാക്കിയതാന്നും പറഞ്ഞ് ഒരു അവിയല് കൂട്ടാൻ എനിക്ക് കൊണ്ടു തന്നില്ലായിരുന്നോ? ഞാനത് കഴിച്ചതാണല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്ത് നല്ല കൈപ്പുണ്യായിരുന്നു അതിന്. ആ, അന്നത്തെ കാര്യം നിനക്കറിയോ? ആ അവിയലേ സത്യം പറഞ്ഞ ഞാൻ ഉണ്ടാക്കിയതാ. പിന്നെ അവൾക്കൊരു ക്രെഡിറ്റ് ഇരിക്കട്ടെ എന്ന് കരുതി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ആ സമയത്ത് കൂടെ അവളും ഉണ്ടായിരുന്നല്ലോ. ഓഹോ, അത് ശരി. അപ്പൊ നിന്റെ മരുമോൾക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല അല്ലേ? അത് കൊള്ളാം. അതൊക്കെ എന്റെ മരുമോള് എന്താ കൈപ്പുണ്യെന്ന് അറിയോ? ആ, നിന്റെ ഭാഗ്യം മനജെ. എനിക്ക് ഒരു ഭാഗ്യവും ഇല്ല വായിക്ക് രുചിയായിട്ട് വല്ലതും ഒക്കെ കഴിക്കണമെങ്കിൽ ഞാൻ തന്നെ വെച്ചുണ്ടാക്കണം. എന്ത് ചെയ്യാനാ? എനിക്കാണെങ്കിൽ കാലനക്കാൻ വയ്യ വേദനിച്ചിട്ട്. മുട്ടിനൊക്കെ ഈയിടെയായിട്ട് ഭയങ്കര വേദനയാന്നേ. ദേ, ഞാൻ അഞ്ജുവിന്റെ കയ്യിൽ നിന്ന് ഒരു ചാർജർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കാൻ വന്നതാ. എന്റെ ഫോണിന്റെ ചാർജർ അങ്ങ് കംപ്ലൈന്റ് ആയിന്നേ. നീ ഇതങ്ങ് കൊടുത്തേക്ക്. ശരി വനജെ, ഞാൻ കൊടുത്തേക്കാം. എന്നാ ശരി, ഞാനങ്ങ് ചെല്ലട്ടെ, ഒത്തിരി പണിയുണ്ട്. മോളെ അഞ്ജു. എന്താ അമ്മേ? ദേ നിന്റെ ചാർജർ ഇപ്പൊ വനജ കൊണ്ടേ തന്നതാ. ആ, വനജേച്ചി വന്നായിരുന്നോ? ഈ ചാർജർ അങ്ങ് വനജേച്ചിക്ക് കൊടുക്കാൻ മേലായിരുന്നു അമ്മേ. ഞാൻ പുതിയത് വാങ്ങിച്ചു. ഓ, എന്തിനു? മോൾക്ക് വേണ്ടെങ്കിൽ ഇത് അമ്മ ഉപയോഗിച്ചോളാം. നീ എന്തിനാ വല്ലവർക്കൊക്കെ ഈ ചാർജർ കൊടുക്കുന്നത്? അവർക്ക് വേണമെങ്കിൽ അവര് കാശ് കൊടുത്ത് മേടിക്കട്ടെ. പിന്നെ വേണ്ടാത്ത ശീലങ്ങളൊന്നും ഓരോരുത്തരെ പഠിപ്പിക്കണ്ട കേട്ടോ. ഞാൻ യൂസ് ചെയ്തോളാം ഇത്. നല്ല ഒന്നാന്തരം ചാർജർ. ഞാൻ പോയേ കുറച്ചും കൂടി ചോറിനട്ടെ. മോളിന്ന് ഉണ്ടാക്കിയ കറികൾക്കൊക്കെ എന്താ ടേസ്റ്റ്. ഉണ്ടിട്ട് അങ്ങ് മതിയാവുന്നില്ലെന്നേ. മോള് തൂത്ത് തുടച്ചിടുവായിരുന്നു ഇവിടെയൊക്കെ. ഇനി ബാക്കി അമ്മ തുടച്ചോളാം. മോള് ചെല്ല്. വേണ്ടമ്മേ, ഇനി ഹോളും കൂടി ഉള്ളൂ. അതും കൂടി തൂത്താ കഴിഞ്ഞു. ഇത്രയും നേരം നീ നിർത്താതെ ജോലി ചെയ്തോണ്ടിരിക്കുവല്ലായിരുന്നു എന്റെ കൊച്ചെ. ഇനിയിപ്പൊ ബാക്കി ഞാൻ ഇവിടെ തുടച്ചിട്ടോളാം. മോള് ചെല്ല്. എങ്കിൽ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം അമ്മേ. മോള് പോയി കുളിച്ചോ, ഞാൻ തൂത്തോളാം. ശരി അമ്മേ. അവൻ മഞ്ഞുണ്ടല്ലോ. അമ്മേ, അമ്മ എന്താ ഈ ചെയ്യുന്നത്? അമ്മ ഈ വയ്യാത്ത കാലും വെച്ച് ഈ തറ മൊത്തം തൂത്ത് തുടയ്ക്കുവാണോ? എവിടെ അഞ്ചു ഇല്ല ഇവിടെ? ഓ, എന്നാ പറയാൻ എന്റെ മോനെ. ഇവിടത്തെ ഒരു പണിയെടുക്കൂല അവള്. മോനങ്ങ് ജോലിക്ക് പോയി കഴിഞ്ഞാ ഉണ്ടല്ലോ, ഉടനെ റൂമിൽ കയറി അങ്ങ് കഥ കടച്ചങ്ങ് ഇരിക്കും. ഞാൻ ഈ വയ്യാത്ത കാലും വെച്ച് ചോറും കറിയും എല്ലാം മേശപ്പുറത്ത് വിളമ്പി വെച്ച് കഴിഞ്ഞിട്ട് അവളെ പോയി വിളിക്കും, അഞ്ചു മോളേന്ന്. അപ്പൊ അവൾ ഇറങ്ങി വന്ന് ചോറുണ്ടിട്ട് വീണ്ടും പോയി കിടക്കും. ഇത് തന്നെ പണി. അല്ല, അമ്മയ്ക്ക് അതിൽ സന്തോഷമുള്ളു കേട്ടോ മോനെ. അവളാള് കൊള്ളാലോ. അമ്മ അതങ്ങ് താഴെ ഇട്ടെ, ഞാൻ അവളെ കൊണ്ട് തന്നെ ഇപ്പൊ ചെയ്യിപ്പിച്ച് കാണിച്ചു തരാലോ. അയ്യോ, അതൊന്നും വേണ്ട കേട്ടോ മോനെ. വെറുതെ ഈ ഒരു കുടുംബത്തിന്റെ പ്രശ്നം ഉണ്ടാക്കണ്ട. അമ്മയ്ക്ക് അത് ഇഷ്ടമല്ല. നിന്റെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ട് കിട്ടിയ വീടാന്നറിയോ ഇത്. അതിന്റെ മൂലയ്ക്ക് ഒരു ലേശം പൊടി ഇരുന്ന ഈ അമ്മയ്ക്ക് സഹിക്കില്ല. അറിയില്ല നിനക്കത്? അമ്മ, അമ്മ ഈ വയ്യാത്ത കാലും വെച്ച് ഇങ്ങനെ ഓരോ പണി ചെയ്യുന്നത് കാണുമ്പോ എനിക്ക് സങ്കടം വരുന്നുണ്ട്. ആ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല മോനെ. അമ്മ തന്നെ ചെയ്തോളാം ഇത്. പണ്ടും അമ്മ തന്നെയല്ലേ ഇതൊക്കെ ചെയ്തോണ്ടിരുന്നത്. അമ്മയ്ക്ക് ഇതൊന്നും ചെയ്യുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. ഇപ്പൊ ലേശം ഒരു കാലുവേദന ഉണ്ടെന്നല്ലേ ഉള്ളൂ. അത് കുഴപ്പമില്ല മോനെ. ഇനി ഇതൊക്കെ അവളോട് ചോദിച്ച് വലിയൊരു പ്രശ്നമൊന്നും ആക്കാൻ നിൽക്കണ്ട കേട്ടോ. തൽക്കാലം മോൻ ഇത് അവളോട് ചോദിക്കണ്ട. മോൻ പോയി ഫ്രഷ് ആയിട്ട് വാ, അമ്മ പോയി ചായ എടുത്തിട്ട് വരാം. ശരി അമ്മ.
ആ ചേട്ടൻ വന്നോ? ഞാനിപ്പോ ചായ എടുക്കാം. വേണ്ട, അമ്മ ചായ എടുക്കാൻ പോയിട്ടുണ്ട്. എന്താ ചേട്ടന്റെ സൗണ്ടിന് ഒരു ഗൗരവം? എന്തു പറ്റി? ഒന്നുമില്ല. എന്തോ ഉണ്ടല്ലോ. മോളെ, മോൾക്ക് 2 ദിവസം മോളുടെ വീട്ടിലൊക്കെ പോയി നിക്കാൻ മേലായിരുന്നു. ഇപ്പൊ മാസം 2 കഴിഞ്ഞില്ലേ മോളുടെ വീട്ടിലോട്ടൊക്കെ ഒന്ന് പോയിട്ട്? മോളുടെ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹം കാണത്തില്ലേ സ്വന്തം മോളെ ഒന്ന് കാണാനും കെട്ടിപ്പിടിക്കാനൊക്കെ? ആ അമ്മേ, പോണോന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം അമ്മയുടെ കാല് വയ്യാതിരിക്കുവല്ലേ. ഈ സമയത്ത് അമ്മേനെ ഇവിടെ ഒറ്റയ്ക്കാക്കി ഞാൻ എങ്ങനെ എന്റെ വീട്ടിൽ പോയി നിൽക്കുന്നേ? അവിടെ പോയി നിന്നാ എനിക്ക് മനസമാധാനത്തോടെ നിൽക്കാൻ പോലും പറ്റത്തില്ല. അമ്മയുടെ കാലൊക്കെ ഒന്ന് ശരിയാവട്ടെ, എന്നിട്ട് പോവാലോ. അതൊന്നും കുഴപ്പമില്ല മോളെ. ഞാൻ കാരണം മോള് മോളുടെ വീട്ടിൽ പോവാതൊന്നും ഇരിക്കണ്ട. ഈ കാലിന്റെ വേദന കുറവൊക്കെ ഉണ്ട് ലേശം. പിന്നെ 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് ഞാനങ്ങ് മാനേജ് ചെയ്തോളാം. മോള് പോയി കണ്ടിട്ട് വാ. എങ്കിൽ ശരിയമ്മേ, ഞാനെന്നാ ഇപ്പൊ തന്നെ അച്ഛനും അമ്മേനെ ഒന്ന് വിളിച്ചു പറയട്ടെ ഞാൻ നാളെ അങ്ങ് ചെല്ലുന്ന കാര്യം. ശരി മോളെ, വേഗം ചെല്ല്. ഡാ മോനെ, നീ അറിഞ്ഞോ അവൾ അവളുടെ വീട്ടിൽ പോവാന്ന്? കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളന്ന്. ഇത് നീയും കൂടെ അറിഞ്ഞോണ്ടുള്ള പണിയാണോ? ആര്? അഞ്ജുവോ? അവള് വീട്ടിൽ പോണ കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. അവള് പറഞ്ഞോ അമ്മയോട് വീട്ടിൽ പോണ കാര്യം? ആ, അവള് പറഞ്ഞു പോനെ. അല്ലേലും ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഇത്? ഒന്നാമതേ എന്റെ കാല് വയ്യ. ഈ സമയത്ത് ആരെങ്കിലും സ്വന്തം വീട്ടിലോട്ട് പോവോടാ? ഇങ്ങനെ ഈ സമയത്ത് എന്നെ ഒറ്റയ്ക്കാക്കി പോവാൻ അവൾക്ക് എങ്ങനെ മനസ്സ് വന്നു? നീ ഒരു കാര്യം ചെയ്യൂ, അവളിപ്പൊ നിന്നോട് ചോദിക്കാൻ വരുമ്പോ നീ പോണ്ടതങ്ങ് പറ. ഇല്ലമ്മേ, അവളുടെ എല്ലാ തോന്നിവാസത്തിനൊന്നും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടത്തില്ല. പിന്നെ ഞാൻ ഈ കാര്യം വന്ന് പറഞ്ഞ കാര്യം തൽക്കാലം നീ അവളോട് പറയണ്ട കേട്ടോ. ശരി മോനെ. ചേട്ടാ, ഞാൻ നാളെ എന്റെ വീട്ടിൽ പോവേ. 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. ആരോട് ചോദിച്ചിട്ടാ നീ തീരുമാനം എടുത്തത്? നീ എന്നോടൊരു വാക്ക് ചോദിച്ചോ? നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി? എന്റെ അമ്മയ്ക്ക് കാല് വയ്യാതിരിക്കുന്ന കാര്യം നിനക്ക് അറിഞ്ഞുകൂടെ? എന്നിട്ടാണോ നീ നിന്റെ വീട്ടിൽ പോയി കുറച്ചു ദിവസം നിൽക്കാൻ പോകുന്നത്? അതെങ്ങനെയാ? എന്റെ അമ്മ വയ്യാത്ത കാലം വെച്ച് ഇവിടുത്തെ സകല പണിയും ചെയ്തോളുമല്ലോ. നിനക്കതൊന്നും അറിയണ്ടല്ലോ. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? അമ്മ പൊക്കോളാൻ പറഞ്ഞല്ലോ, പിന്നെ ചേട്ടൻ എന്താ പ്രശ്നം? അമ്മ പിന്നെ അങ്ങനല്ലേ പറയത്തുള്ളൂ. എന്റെ അമ്മ എന്ത് പാവാന്നറിയോ? അവർക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രം അറിയത്തുള്ളൂ. അതുകൊണ്ടായിരിക്കും നീ ചോദിച്ചപ്പോ പൊക്കോളാൻ പറഞ്ഞത്. തൽക്കാലം നീ എവിടെയും പോകുന്നില്ല. എടി സുധേ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഓ, എന്താ വെയില്. ശരീരം മൊത്തം കുഴഞ്ഞിട്ട് വയ്യന്നേ. ഓ, നീ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങെടുത്തേ. എവിടെ അഞ്ചുമോളില്ലേ ഇവിടെ? നീ ഇതെവിടെ പോയിട്ട് വരുവാ? ഓ, ഒന്നും പറയണ്ടെന്നേ. ഇന്നായിരുന്നു പാൻ കാർഡ് പുതുക്കേണ്ട ഡേറ്റ്. ഞാനൊന്ന് അക്ഷയ വരെ പോയതാ. ഇവിടെ ചെല്ലുന്ന നമ്മളെക്കാ തിരക്കാ അവിടെ അക്ഷയയിലുള്ളവർക്ക്. എന്ത് ചെയ്യാനാ? രാവിലെ 9 മണിയായപ്പോ ഇറങ്ങിയതാന്നേ. ഇപ്പൊ മണി 12 എന്ത് ചെയ്യാനാന്ന് പറ. അല്ല, നിന്റെ മരുമോൾ അവിടെ പുറത്തോട്ടൊന്നും കാണുന്നില്ലല്ലോ. ഓ, അകത്തുണ്ട്. നീ ഒന്ന് പയ്യെ പറ. ഫുൾ ടൈം കിടപ്പിലാന്നേ. ഒരു പണിയെടുക്കില്ല. ഏതു നേരം ഫോണിൽ ഞോണ്ടിക്കൊണ്ടിരിപ്പാണ്. കറക്റ്റ് സമയത്ത് തീറ്റ മുടക്കത്തില്ല. ഇതേപോലൊരു അനങ്ങാക്കള്ളിയായിട്ടുള്ള ഒരു പെണ്ണ്. ഓ, എനിക്ക് തന്നെ വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. എത്ര നല്ല ആലോചനകൾ വന്നാന്നറിയോ വനജ എന്റെ മോന്. എന്ത് ചെയ്യാനാ വനജെ? നല്ലൊരു മരുമോളെ കിട്ടേണ്ടതിന് പകരം ഇതേപോലൊരു ഉടായിപ്പിനെ എനിക്ക് കിട്ടിയത്. എന്ത് ചെയ്യാനാ? ആ, അവളാള് കൊള്ളാലോ. വലിയ കഷ്ടം തന്നെ സുധേ നിന്റെ കാര്യം. എന്നാ ശരി, ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങട്ടെ. ഓ, ആരാ അമ്മേ വന്നത്? സുധയാ മോളെ. അവളിവിടെ വന്നിരുന്നേ. അവളുടെ മരുമോളുടെ മഹത്വം അങ്ങ് വർണ്ണിക്കുവായിരുന്നു. എനിക്കത് കേട്ടപ്പോ ഉണ്ടല്ലോ, എന്റെ അഞ്ചുമോളെ പോലെ സ്വഭാവ സവിശേഷതയും സൗന്ദര്യവും കൈപുണ്യൊക്കെ ഉള്ള ഒരു കൊച്ച് ആരാ ഈ പരിസരത്തുള്ളത്? അവളുടെ മരുമോളുടെ മഹത്വം അറിയണമെന്നുണ്ടെങ്കിലേ ആ കുടുംബശ്രീ മീറ്റിങ്ങിന് അങ്ങ് ചെന്നിരിക്കണം. ഇതേപോലൊരു തലതെറിച്ച പെണ്ണ് ഈ പരിസരത്തൊന്നും ഇല്ലെന്നാണ് അവര് പറയുന്നത്. എനിക്ക് അവള് പറയണ കേട്ടപ്പോ ഉണ്ടല്ലോ ചിരി അങ്ങ് അടക്കാൻ കഴിഞ്ഞില്ല മോളെ. ഞാനങ്ങ് കടിച്ചു പിടിച്ചിരിക്കുവായിരുന്നു. ചിരിക്കടി, നീ ചിരിക്ക്. നീ ചിരിച്ചങ്ങ് മറിയേ. അയ്യോ വനജെ,
നീ പോയില്ലായിരുന്നോ? ഉള്ളി ഉണ്ടോന്നറിയാൻ വേണ്ടി തിരിച്ചൊന്ന് വന്നതാ ഞാൻ. അതേതായാലും നന്നായി. അതുകൊണ്ട് ഓരോരുത്തർ തനി ഗുണം എന്താണെന്നറിയാൻ പറ്റിയല്ലോ. അത് പിന്നെ ഞാൻ ചുമ്മാ തമാശക്ക്. എന്റെ പൊന്നുമോളെ, നിന്റെ അമ്മായിമ്മ എന്ന് പറഞ്ഞ സാധനത്തെ ഉണ്ടല്ലോ, കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിച്ചേക്കരുത്, പറഞ്ഞേക്കാം. അമ്മാതിരി മുതലാ ഇത്. ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവം ഇവരുടെ. മോളൊന്ന് സൂക്ഷ്യം കണ്ട് നിന്നോ. ഇനി നിന്റെ ഉള്ളിയും വേണ്ട, ഒന്നും വേണ്ട, ഇവിടുത്തെ ഒരു സാധനം വേണ്ട എനിക്ക്. ചെല്ലട്ടടി. ഓ, നാണം കെട്ട്.